ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് നേരത്തെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പം കാണാം ശശിമാമൻ കൃഷി ചെയ്യുന്നിടത്ത് ചെടിക്ക് അതിനൊക്കെ കുറച്ച് മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് കണ്ടപ്പം കാണാം എനിക്കൊന്ന് വീഡിയോ പിടിച്ചാൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച്. സമയം തീരെ ഇല്ല എങ്കിലും ഞാൻ ആ ചീരയൊക്കെ ഒന്ന് കിളിച്ച് നിൽക്കുന്നതാണ്. രാവിലെ നല്ല ഭംഗിയല്ലേ. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി നേരം ഒന്ന് നിന്ന് അപ്പോഴത്തേക്ക് പിന്നെ വൈകുന്നേരമായി പോയിട്ട് തിരിച്ച് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം കാണാം ശശിമാമനാണെങ്കിൽ അവിടെ നിന്ന് അതിനൊക്കെ പോച്ച ഇടയ്ക്ക് കിളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ ചെത്തി നിൽക്കുന്നു. ചീരയൊക്കെ കിളിച്ച് നിൽക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശശിമാമൻ എന്ന് പറഞ്ഞാൽ വെറും മാമനൊന്നും അല്ല. എന്നെയും എൻ്റെ ആങ്ങളെയും കൊച്ചും പ്രായത്തിലൊക്കെ അമ്മ ഏൽപ്പിച്ചിട്ടാണ് മാമനെയും മാമിയെ ഏൽപ്പിച്ചിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു മാമൻ. എൻ്റെ അച്ഛൻ്റെ കണക്ക് തന്നെ മാമൻ. അത് കാര്യം പറഞ്ഞുകൊണ്ട് നിന്നപ്പം കാണാം അപ്പുറത്തെ കൊച്ചു എന്നോട് പറയാം, ഡേ എന്നെയും കൂടെ വിടി, എൻ്റെ ചേട്ടൻ ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഇയാളുടെ വീഡിയോ എല്ലാം കാണും, എന്നെയും കൂടെ കാണട്ടെ എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവളെയും ഒന്ന് വീഡിയോ പിടിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ ശശിമാമനോട് പറഞ്ഞു, മാമ ഒന്ന് ഊന്നി നിന്നേ, മാമനെ ഒന്ന് വീഡിയോക്കകത്ത് കാണട്ടെ. മാമന് ഇതുമാത്രമൊന്നും അല്ല കൃഷിയുള്ളത്. വീടിൻ്റെ മുറ്റത്ത് നല്ല ഒന്നാന്തരം കൃഷിയുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? മുന്തിരിങ്ങ, പാവയ്ക്ക, അതൊക്കെ ഉണ്ട്. മാമൻ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പപ്പായയൊക്കെയുണ്ട്. ചീര നല്ല രസം അത് കാണാൻ തന്നെ. എങ്കിലും അത്രയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വന്നപ്പം കാണാം നന്ദികേശൻ അവിടെ നിൽക്കുന്നു. നന്ദികേശനെയും കണ്ടിട്ട് ഞാൻ നോക്കുമ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരാണെങ്കിൽ നോക്കി ചോദിച്ചപ്പോൾ പറഞ്ഞു ചേര എങ്ങാണ്ട് കിടക്കുന്നത്. അങ്ങനെ നോക്കി നിൽക്കും. അതും കഴിഞ്ഞ് ബാലംകുറിച്ച് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ എവിടെ പോകുന്നു എന്നിട്ട് എന്നെ കുറച്ച് പൈസയൊക്കെ കാണിച്ചുകൊണ്ട് പോയതാണ്. ആ പൈസ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇറച്ചി മേടിക്കാനെന്ന്. ഞാൻ പിന്നെ ജോലിയും കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ കാണുന്നവരടുത്തൊക്കെ സംസാരിച്ച് കുശലമൊക്കെ അന്വേഷിച്ചിട്ടേ വരാറുള്ളൂ. അങ്ങനെ വന്നപ്പം കാണാം സാബുണ്ണൻ്റെ വീട് എത്തിയപ്പം കാണാം സാബുണ്ണൻ്റെ വീടിൻ്റെ മതിലിൻ്റെ ഒരു ചെടി ഇപ്പോൾ ഉണ്ട്. ഒത്തിരി നാളെ അത് പിടിക്കണമെന്ന് വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. അതിനൊക്കെ പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്. അമ്പലത്തിലെങ്ങും ആരുമില്ല. പണ്ടൊക്കെ കുറച്ച് നോക്കുമ്പോൾ അതെങ്കിൽ കഞ്ഞിയും പയറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല സൂര്യൻ അസ്തമിക്കാറായി, ഞാൻ വീട്ടിലെത്താറായി. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി.